കോട്ടയം ഏറ്റുമാനൂരിൽ യുവതിയും 2 പെൺമക്കളും തീവണ്ടിക്ക് മുന്നിൽ ചാടി ജീവനൊടുക്കിയ സംഭവത്തിൽ മൂവരും ആത്മഹത്യ ചെയ്യാൻ പുറത്തിറങ്ങുന്നതിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തെ. ഷൈനിയുടെ വീടിന് മുന്നിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പുറത്തിറങ്ങിയ ഇളയ മകൾ ബലം പിടിച്ചു നിൽക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാം. പിന്നീട് ഷൈനി 2 മക്കളെയും പിടിച്ച് നടക്കുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. വെള്ളിയാഴ്ച പുലർച്ചെ 4ഓടെയുള്ള ദൃശ്യങ്ങളാണിത്. അതിനിടെ മൂവരും മരിക്കുന്നതിന് തലേദിവസം ഷൈനിയുടെ ഭർത്താവ് നോബി ഫോൺ വിളിച്ച് പ്രശ്നമുണ്ടാക്കിയതായി ഷൈനിയുടെ പിതാവ് കുര്യാക്കോസ് മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. അവസാനം നീയും കുട്ടികളും പോയി മരിക്കൂ എന്ന് നോബി പറഞ്ഞു. ഇത് കേട്ടതിലുണ്ടായ മാനസിക സംഘർഷം താങ്ങാൻ വയ്യാതെയാണ് ഷൈനി ജീവനൊടുക്കാൻ തീരുമാനിച്ചതെന്നും അദ്ദേഹം പറയുന്നു. സംഭവത്തിൽ ഷൈനിയുടെ ഭർത്താവ് നോബിയെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ആത്മഹത്യാ പ്രേരണാകുറ്റം ചുമത്തിയായിരുന്നു നോബിയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. നോബിയുടെ ഭാര്യ ഷൈനി, മക്കളായ അലീന, ഇവാന എന്നിവരാണ് തീവണ്ടിക്ക് മുന്നിൽ ചാടി ജീവൻ ഒടുക്കിയത്. ഏറ്റുമാനൂരിന് സമീപം പാറോളിക്കലിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം. റെയിൽവേ പാളത്തിലേക്ക് ചാടിയ അമ്മയും മക്കളും ലോക്കോ പൈലറ്റ് നിരന്തരം ഹോൺ മുഴക്കിയിട്ടും പാളത്തിൽ നിന്ന് മാറിയിരുന്നില്ല. അമ്മയെ ചേർത്ത് പിടിച്ചാണ് 2 മക്കളും പാളത്തിലിരുന്നത്. പിന്നാലെ ട്രെയിൻ ഇവരെ ഇടിച്ച് കടന്നുപോയി. ഉടൻ തന്നെ ലോക്കോ പൈലറ്റ് ഏറ്റുമാനൂർ സ്റ്റേഷനിൽ വിവരം അറിയിച്ചു. തുടർന്ന് പോലീസ് എത്തിയപ്പോൾ ചിതറിയ നിലയിൽ മൃതദേഹങ്ങൾ കണ്ടെത്തി. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ മരിച്ചത് ഷൈനി മക്കളുമാണെന്ന് തിരിച്ചറിഞ്ഞു. ഈ സംഭവം നമ്മളെ എല്ലാവരെയും ഭയങ്കരമായിട്ട് അങ്ങ് ഞെട്ടിച്ചു. ഭയങ്കര മാനസിക വ്യഥയുണ്ടാക്കി. നമ്മളാരും ഒരിക്കലും മറക്കില്ല ഇവരെയൊന്നും. നമ്മളിപ്പം ഒരുപാട് ആത്മഹത്യകൾ പെരുകുന്നതായിട്ടാണ് കാണുന്നത്. നമ്മുടെ കുടുംബങ്ങളിലൊക്കെ പെട്ടെന്നാണ് ഇപ്പം എല്ലാവർക്കും ദേഷ്യം വരിക. അതുപോലെ തന്നെ എല്ലാവരുടെയും ചില കുടുംബത്തിലൊക്കെ ചില ഭർത്താക്കന്മാരെ നീ പോയി അങ്ങ് ചാകടി, നീ ഒന്ന് പോയി കിട്ടിയാൽ വളരെ നന്നായിരുന്നു, നീയും മക്കളും കൂടെ പോയി അങ്ങ് മരിച്ചോ, ഇതൊക്കെ പറയുന്ന കുറേ ഡയലോഗുകൾ നമ്മൾ പല സ്ഥലത്തുനിന്നും കേട്ടിട്ടുണ്ട്. ഇതൊക്കെ ഒരു ആത്മഹത്യ പ്രേരണയ്ക്ക് പതുക്കെ അവരുടെ മനസ്സിനെ പതുക്കെ അങ്ങ് മുറിവേൽപ്പിച്ചിട്ട് അവർ ചിന്തിക്കും, അയ്യോ ഇവനൊക്കെ ഇങ്ങനെയൊക്കെയല്ലേ പറയുന്നത്, അതുകൊണ്ട് ഞങ്ങൾക്ക് ജീവിക്കണ്ട, ഇവനൊക്കെ ഇങ്ങനെ. അത് നമ്മൾ കേൾക്കുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് ശരിക്കും നമ്മുടെ മനസ്സങ്ങ് പതറിപ്പോവും. എല്ലാവരും പറയും അങ്ങനെ പറയുമ്പോൾ അതിൽ നല്ല സ്ട്രോങ്ങോടുകൂടി തിരിച്ചു വരണമെന്ന്. പക്ഷേ അതൊരു സ്വല്പ സമയത്തെ ഒരു ഒരു തീരുമാനമാണ് നമ്മളെ അതിലേക്ക് നയിക്കുന്നത്. പെട്ടെന്നുണ്ടായ ആ ഒരു ഇമോഷണൽ, നമ്മുടെ ആ ഒരു വിഷമത്തിൽ നിന്നാണ് നമ്മൾ പെട്ടെന്ന് ഈ ആത്മഹത്യയിലേക്ക് പോകുന്നത്. എല്ലാവരും പറയും ഈ ആത്മഹത്യ ചെയ്യരുതെന്ന്, വളരെ സ്ട്രോങ് ആയിട്ട് തിരിച്ചു വരണമെന്ന് പറയും. പക്ഷെ കുറച്ച് സമയം കഴിയുവാണ് ചിലപ്പോൾ നമ്മൾ അതിൽ നിന്ന് മുക്തി പ്രാപിക്കാൻ പറ്റിയേനെ. പക്ഷെ പെട്ടെന്നുണ്ടാകുന്ന ഒരു വികാരമാണ് നമ്മളെ അതിലേക്ക് നയിക്കുക. അതുകൊണ്ട് നമ്മളെല്ലാവരും നമ്മുടെ വികാരങ്ങളെ കൺട്രോൾ ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക.